ഇന്ന് ഞാൻ കേട്ടൊരു ടേമാണ് പോപ്കോൺ ബ്രെയിൻ എന്നുള്ളത്. ഇത് ആക്ച്വലി ഒരു മെന്റൽ സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ നമ്മളൊരു മാനസിക അവസ്ഥയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് റൈറ്റ് നൗ നമ്മളുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ടേ. ഞാൻ ഡോക്ടർ ചിക്കു മാത്യു, കാരിത്താസ് ഹോസ്പിറ്റൽ കോട്ടയം കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഹായ് ഡോക്ടർ, വെൽക്കം ടു ക്ലബ് FM. താങ്ക് യു സോ മച്ച്. ഡോക്ടർ, ഇപ്പോൾ ഈ റീസെന്റ് ആയിട്ട് നമ്മൾ കേട്ടൊരു കാര്യം, അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെ ഞാൻ കേട്ട ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ പോപ്കോൺ ബ്രെയിൻ എന്നുള്ളൊരു സംഭവം അത് ഒരുപാട് കൂടി വരുന്നു എന്നുള്ളതാണ്. സോ ഈ പോപ്കോൺ ബ്രെയിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ ഡോക്ടർ? പോപ്കോൺ ബ്രെയിൻ ഇപ്പം റീസെന്റ് വന്നൊരു ടെർമിനോളജി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ലേറ്റ് 2011 ആ ഒരു സമയത്തൊക്കെയാണ് ഈ ഒരു ടെർമിനോളജി വന്നത്. ഇപ്പം കുറെ ഇടയ്ക്കായിട്ട് കുറെ കേസ് റിപ്പോർട്ട്സ് ഒക്കെ വന്ന വഴി ഈ ഒരു ടെർമിനോളജി കുറച്ചധികം നമ്മളെല്ലാവരും ഫെമിലിയറൈസ്ഡ് ആയിട്ടുണ്ട് ഈ ഒരു ടെർമിനോളജി. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഇന്നറ്റൻഷൻ ആണ്, ശ്രദ്ധക്കുറവ്. അതായത് ഒരേ കാര്യത്തില് ഫോക്കസ് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ് പോപ്കോൺ ബ്രെയിൻ എന്ന് പറയുന്നത്. പല കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്ത് ശ്രദ്ധ വഴുതി മാറി പോകുന്ന ഒരു അവസ്ഥ, അതാണ് പോപ്കോൺ ബ്രെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ഒക്കെ സ്ക്രോൾ ചെയ്യുന്നതും ഒക്കെ ഈ ഒരു പോപ്കോൺ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ? ഡെഫിനറ്റ്ലി ആയിരിക്കാം. ഇതിനകത്തൊരു സൈക്യാട്രിപരമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ ഈ ഒരു സ്ക്രോൾ ചെയ്യുന്ന പരിപാടി, അല്ലെങ്കിൽ നമ്മളെ ഒരു അറ്റൻഷൻ വേണ്ട ഒരു സമയത്ത് അത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒന്നോ രണ്ടോ ചിലപ്പോൾ ഒരു സിംറ്റമാറ്റിക്കലി അസുഖത്തിന്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. ഒന്ന് ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ രോഗാവസ്ഥയുണ്ട്. സാധാരണ അത് ചൈൽഡ്ഹുഡിലാണ് തുടങ്ങുന്നത്, ബട്ട് ഇറ്റ് പെർസിസ്റ്റ് ഇൻ ടു അഡൽട്ട്ഹുഡ് ഓൾസോ. ഇതില് അഡൽട്ട് ADHD-യില്, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അഡൽട്ട്ഹുഡിലേക്ക് വന്നു കഴിയുമ്പോഴും ഇന്നറ്റൻഷൻ, ശ്രദ്ധക്കുറവ്, പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ വ്യതിചലിച്ചു പോവുക, ഡിസ്ട്രാക്റ്റബിലിറ്റി, ഇതൊക്കെ അതിന്റെ ഒരു സിംറ്റംസ്. രണ്ട്, ഇച്ചിരി ഒരു ആൻസൈറ്റി ഉള്ള ആൾക്കാർക്ക്, ഉത്കണ്ഠ രോഗമുള്ളവർക്കും ഇത്തരത്തിലുള്ള ഒരു ഇന്നറ്റൻഷനും ലാക്ക് ഓഫ് ഫോക്കസും ഒക്കെ കാണാറുണ്ട്. അപ്പൊ ഒരു കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ തിരിക്കാൻ പറ്റില്ല, പല കാര്യങ്ങളിലേക്കും നമ്മുടെ തോട്ട് പ്രോസസ് പോവുക, പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ വഴുതി മാറി പോവുക. അങ്ങനെയുള്ള ഒരു ഡിസീസ് കണ്ടീഷൻസ് നമുക്ക് ഇതിനോട് അനുബന്ധിച്ച് ചിന്തിക്കാവുന്നതാണ്. നമുക്കിത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഡോക്ടർ? നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എക്സസൈസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അതോ നമ്മളത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? നമ്മളിത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് യൂഷ്വലി ഒരു അഡൽട്ടിനെ സംബന്ധിച്ചിടത്തോളം അൺഡിവൈഡഡ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ കിട്ടുന്നത് ഒരു 15 to 20 മിനിറ്റ്സ് ഒക്കെ ഒരു മാക്സിമം. അപ്പൊ അത് കിട്ടുന്നില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ജോലി ചെയ്തോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഫോൺ മാറിപ്പോവുക, ഫോണിലേക്ക് നോക്കുക, അല്ലെങ്കിൽ വേറെ ചിന്തകളിലേക്ക് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ചെറിയൊരു സൈൻ ആകാം. ഈസിലി ഡിസ്ട്രാക്റ്റബിൾ ആവുക എന്നുള്ളതാണ്. ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, ലാക്ക് ഓഫ് ഫോക്കസ്, അതൊക്കെ തന്നെയാണ് അതിന്റെ ഒരു ഐഡന്റിഫൈങ് പോയിന്റ്സ് എന്ന് പറയുന്നത്. എക്സസൈസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ചെറിയ തരത്തിലുള്ള ഒരു മെഡിറ്റേഷൻ എക്സസൈസ് ദാറ്റ് ഇംപ്രൂവ്സ് യുവർ കോൺസെൻട്രേഷൻ. ഒരു 10 മിനിറ്റ് ഓഫ് എന്തെങ്കിലും ഒരു ചെറിയ തരത്തിലുള്ള യോഗ പോലത്തെ മെഡിറ്റേഷൻ എക്സസൈസസോ, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ആയിട്ടുള്ള എക്സസൈസസ് ഉണ്ട്. പെട്ടെന്ന് വരുന്ന ഒരു ആൻസൈറ്റി കാരണമാണ് നമ്മുടെ കോൺസെൻട്രേഷൻ പോകുന്നതെങ്കിൽ അതിനെ ഒന്ന് ടാക്കിൾ ചെയ്യാൻ വേണ്ടി ചെറിയ ഡീപ് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനെന്തെങ്കിലും മെഡിസിൻസ് അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മെഡിസിൻസ് കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണോ ഇത്? ഇതിലെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഇറ്റ് ഇന്റർഫിയേഴ്സ് വിത്ത് യുവർ വർക്ക്. നമുക്കിപ്പോ നമ്മുടെ ജോലി ഒട്ടും ആ ഒരു ഡെഡ് ലൈൻ വെച്ച് മീറ്റ് ചെയ്ത് ജോലി തീർത്തു കൊടുക്കാൻ പറ്റുന്നില്ല. പലതരത്തില് അറ്റൻഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട, ഇപ്പൊ ഡ്രൈവിംഗ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഒട്ടും ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ ഫ്രീക്വന്റ് ആയിട്ട് ആക്സിഡന്റ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ദാമ്പത്യ ജീവിതത്തിന് വന്നു കഴിയുമ്പോൾ ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയ്ക്ക് ഭർത്താവിന്റെ അശ്രദ്ധ അല്ലെങ്കിൽ ഭാര്യയുടെ അശ്രദ്ധ കാരണം ഒരുപാട് പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ കാരിത്താസ് ആശുപത്രിയുമായിട്ട് ബന്ധപ്പെടുകയും ചിലപ്പോൾ ഒരു മെഡിസിൻസ് ഒക്കെ തുടങ്ങേണ്ട വരാം. അപ്പൊ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഇറ്റ് ഇന്റർഫിയേഴ്സ് വിത്ത് യുവർ ഡെയിലി ലൈഫ് ആൻഡ് ലൈഫ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ്.